ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചിറകു വിരിച്ച് എന്നതിലെ ഫസ്റ്റ് പാഠമാണ് കേട്ടോ. ഇത് നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് പാഠങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ പാഠഭാഗങ്ങളും നമുക്ക് പരിചയപ്പെട്ട് പോവാം. അപ്പോൾ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ചിറകു വിരിച്ച് എന്നുള്ള യൂണിറ്റ് കൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്, ഈ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ആമുഖം ഞാൻ പറയാം. നോക്കിക്കേ, യാത്ര മനുഷ്യരെ അനുദിനം പുതുക്കുന്നു, ഉൾക്കണ്ണ് തുറന്നു വെക്കാൻ സഹായിക്കുന്നു. ഓരോ യാത്രയും ഓരോ വായന കൂടിയാണ്. യാത്രയിൽ പഞ്ചേന്ദ്രിയാനുഭവങ്ങളിലൂടെ നാം പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നു. യാത്രയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പഞ്ചേന്ദ്രിയാനുഭവങ്ങളും മനസ്സിൽ ആഴത്തിൽ പതിയണമെന്നില്ല. ചില അനുഭവങ്ങളിൽ മനസ്സുടയ്ക്കും, അത് അനുഭൂതിയായി ഉള്ളിൽ നിറയും. ഇതുപോലെ തന്നെയാണ് വായനയും. യാത്രാനുഭവ കുറിപ്പുകൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യാത്രയിലെ അനുഭൂതികരമായ അനുഭവങ്ങളെ കണ്ടെത്തുന്നു. വ്യത്യസ്ത യാത്രാനുഭവങ്ങൾ വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ യൂണിറ്റിലൂടെ നാം വ്യത്യസ്തമായിട്ടുള്ള യാത്രകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിലെ ആദ്യത്തെ പാഠം വരുന്നത് ചിറകുള്ള ബസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചിത്രവായനയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഒരുപാട് ആളുകള് ബസ്സിൽ പോകുന്നതാണ്. ഇവിടെ താഴെ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ യാത്ര അയക്കുന്നുണ്ട്. അപ്പൊ ബസ് സാധാരണ റോഡിലൂടെ, ഭൂമിയിലൂടെ, താഴെയിലൂടെ അല്ലേ പോവാം. ഇതെന്താ ബസ് ആകാശത്തൂടെ പറക്കുന്നത്? നമുക്ക് നോക്കാം മക്കളെ. ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്നും തോന്നും. വിഷ്ണുപ്രസാദിന്റെ ചിറകുള്ള ബസ് എന്ന ഗദ്യ കവിതയിലെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെ ഒരു ചെറിയ ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കാം. ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മക്കളെ? ബസ്സിന് ചിറകു മുളയ്ക്കുന്നു എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്നവരുടെ കൈകൾ സന്തോഷത്താൽ വീശിക്കളിക്കുന്നതിനെയാണ്. അതിൽ സഞ്ചരിക്കുന്നവരുടെ ആഹ്ലാദവും ആനന്ദവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സഞ്ചരിക്കുന്ന ബസ്സിന്റെ വേഗതയെയും നമുക്ക് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കാം. വേഗത കൂടുമ്പോഴാണല്ലോ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലും നമുക്ക് അർത്ഥം വെക്കാം. ബസ്സിലെ യാത്രക്കാരുടെ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചുള്ള പ്രതീക്ഷയായും ചിറകുമുളച്ചു എന്ന പ്രയോഗം മാറുന്നു. ഈ ഗദ്യ കവിത കഴിഞ്ഞ് തൊട്ടടുത്തായി നമുക്ക് മണ്ണാങ്കട്ടയും കരിയിലയും എന്ന പാഠമാണ് ആദ്യത്തെ പാഠം വരുന്നത്. മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല, ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം അല്ലെ. അത് ശരിയല്ലേ മക്കളെ? നമ്മൾ ഒരു പക്ഷേ കാണണമെന്ന് വിചാരിച്ചു പോകുന്നതായിരിക്കില്ല കാണുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഒരു യാത്രയിലൂടെ നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാനും പറ്റും അല്ലെ. അപ്പൊ അക്കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു കവിത പഠിക്കാം. മുന്നറിയിപ്പ് എന്നാണ് കേട്ടോ ഈ കവിതയുടെ പേര്. മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ എന്നുള്ള പുസ്തക സമാഹാരത്തിൽ നിന്നും അക്കിത്തം എഴുതിയ ഒരു കവിതയാണ് ഇത്. ഇനി ഇതിന് താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചോദ്യം 1, കവിത താളത്തിൽ ചൊല്ലൂ. അത് മക്കൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുമല്ലോ. നിങ്ങൾക്ക് ഗ്രൂപ്പുകളായോ ഇൻഡിവിജ്വലായോ ഇത് നല്ല ഈണത്തിൽ ചൊല്ലി ടീച്ചർക്ക് കേൾപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ചോദ്യം 2, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ചു പറയൂ. യാത്രകളിലെ പല കാഴ്ചകളും അപ്രതീക്ഷിതവും നമുക്ക് അത്ഭുതങ്ങളും വിസ്മയങ്ങളും നൽകുന്നതുമായിരിക്കും. കവിതയിൽ തന്നെ കവി അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കടലു കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളാണെന്നും
കപ്പൽ കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയാണെന്നും കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളാണെന്നും വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നു. ഇവിടെ കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടതെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ടാണ് കവി ഇത്തരത്തിൽ പറയുന്നത്. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി പറയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ചോദ്യം 3. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള മറ്റു കാഴ്ചകളെ കാണാം എന്ന മുന്നറിയിപ്പാവാം കവി യാത്രക്കാർക്ക് നൽകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചിറകുള്ള ബസ് അതുപോലെ മുന്നറിയിപ്പ് എന്നീ 2 പാഠങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗവും മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വാസം. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്